+1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ബേസിക് ആയിട്ടുള്ള ഓർബിറ്ററലി ചൂസൺ, അത് വെച്ചാൽ ഏകപക്ഷീയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനത്തെ ആ റെഫറൻസ് സ്റ്റാൻഡേർഡ് അത് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഓർബിറ്ററലി ചൂസൺ ആയിട്ടുള്ള ആ റെഫറൻസ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും ആയിട്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാനുള്ള യൂണിറ്റുകളാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാനുള്ള യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റിനെയും ഡിറൈവ്ഡ് യൂണിറ്റിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. പണ്ട് കാലത്ത് ഓരോ രാജ്യത്തുള്ള സയൻറ്റിസ്റ്റുകളും വ്യത്യസ്ത തരം യൂണിറ്റുകളായിരുന്നു ബേസ് ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു അറിയപ്പെടുന്ന. അതായത് CGS, MKS, FPS എന്നിവ. ഇതിൽ CGS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ലെങ്ത്ത്, മാസ്, ടൈം ഇതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ SC എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, G എന്ന് പറഞ്ഞാൽ ഗ്രാം, S സെക്കൻഡ്, ലെങ്ത്ത്, മാസ്, ടൈമിന് വേണ്ടിയിട്ട്. അതേമാതിരി തന്നെ ലെങ്ത്ത്, മാസ്, ടൈം ആ ഓർഡറിൽ തന്നെ വരുന്നതാണ് FPS. F എന്ന് പറഞ്ഞാൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇനി MKS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതേമാതിരി മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്ന് ഡിനോട്ട് ചെയ്യാനാണ്. ഈ MKS സിസ്റ്റം ഏകദേശം നമ്മുടെ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അതായത് SI യൂണിറ്റുമായിട്ട് ഏകദേശം സാമ്യമുള്ളത് MKS സിസ്റ്റമായിരുന്നു. അങ്ങനെ സ്റ്റാൻഡേർഡ് യൂണിറ്റുകളുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് 1971 നടന്നിട്ടുള്ള ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് റെക്കമെൻഡ് ചെയ്തത്. അത് വെച്ചാൽ SI യൂണിറ്റുകളുടെ റെക്കമെൻഡ് ചെയ്തത്. ഇതെന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. അതിനെ നമ്മൾ ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിനെ അബ്രിവേറ്റ് ചെയ്തിട്ട് SI എന്ന് പറയുന്നുണ്ട്. ഈ SI സിസ്റ്റത്തിൽ 7 ബേസ് യൂണിറ്റ്സുകൾ ആണ് ഉള്ളത്. ഇതും കൂടാതെ 2 യൂണിറ്റുകളും കൂടി ഉണ്ട്. അത് പ്ലെയിൻ ആംഗിളിനുള്ളതും പിന്നെ സോളിഡ് ആംഗിളിനുള്ളതുമാണ്. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയനും സോളിഡ് ആംഗിളിൻ്റെത് സ്റ്റെറേഡിയനുമാണ്. ഇത് രണ്ടും എന്താണ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ആണ്. ഇനി പ്ലെയിൻ ആംഗിൾ എങ്ങനെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്ന ഒരു റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ടു റേഡിയസ്. അത് വെച്ചാൽ ലെങ്ത് ഓഫ് ദ ആർക്ക് ബൈ റേഡിയസ് ആണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഓഫ് ദ സ്ഫെറിക്കൽ സർഫസ് ടു ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ്. അത് വെച്ചാൽ ഇൻ്റർസെപ്റ്റഡ് ഏരിയ ബൈ സ്ക്വയർ ഓഫ് ദ റേഡിയസ് ആയിരിക്കും സോളിഡ് ആംഗിൾ എന്ന് കാണാം. ഇനി നമുക്ക് 7 ബേസ് ക്വാണ്ടിറ്റീസും യൂണിറ്റ്സും നോക്കാം. ലെങ്ത്തിൻ്റെത് മീറ്റർ ആണ്, M വെച്ചിട്ട് സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. മാസിൻ്റെത് കിലോഗ്രാം ആണ്, kg എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടൈമിൻ്റെത് സെക്കൻഡ് ആണ്, സ്മോൾ s വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ K വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ MOL പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇന്റൻസിറ്റി കാൻഡല CD എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കാം. ദ റിലിയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം 1.532 ഉണ്ടെങ്കിലും അതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണുള്ളത്. അതിൽ 1ഉം 5ഉം 3ഉം എന്ന് പറയുന്നത് റിലിയബിൾ ആണ്. ആൻഡ് 2 എന്ന് പറയുന്നത് അൺസർട്ടൈൻ ഡിജിറ്റ് ആണ്, ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ് അതിലുള്ളത്. ഇനി ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മെഷർമെൻറ്റിൻ്റെ പ്രിസിഷനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. ഇനി നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള റൂൾസ് എങ്ങനെയാണ് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇപ്പോൾ 1, 3 അങ്ങനെ 0 അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ് ആർ സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ബിറ്റ്വീൻ 0 ഉണ്ടെങ്കിൽ അതും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു നമ്പർ 1.005 എടുക്കുകയാണെങ്കിൽ 1ഉം 2 0ഉം 5ഉം കൂട്ടി 4 സിഗ്നിഫിക്കൻ്റ്
സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിരിക്കും അതിലുള്ളത്. അതല്ല ഇനിയിപ്പം 2005 എടുത്താലും അതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ആ സീറോനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ നമ്പർ 1നെക്കാട്ടിൽ കുറവാണ്. അതും മാത്രമല്ല ഡെസിമൽ പോയിന്റിൻ്റെ റൈറ്റിലുള്ള സീറോയും, പക്ഷെ അത് ആ റൈറ്റിലുള്ള സീറോ എന്ന് പറയുന്നത് ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിൻ്റെ ലെഫ്റ്റിലുള്ളതായിരിക്കും വേണം. അത് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് 0.00208 ഇതിൽ ഡെസിമൽ പോയിന്റിൻ്റെ റൈറ്റിൽ 2 സീറോ ഉണ്ട്. പക്ഷേ ഈ 2 സീറോ എന്ന് പറയുന്നത് 2ൻ്റെ ലെഫ്റ്റിലാണ് ആ 2 സീറോയും കിടക്കുന്നത്. ആ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 2 അല്ല ഇവിടെ അതിൽ. അപ്പം ആ 2ൻ്റെ ലെഫ്റ്റിലാണ് ആ 2 സീറോയും കിടക്കുന്നത്. അതുകൊണ്ട് ഈ സീറോസ് ഒന്നും എന്തല്ല സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റാണ് ഉള്ളതെന്ന് വെച്ചാൽ 0.00208 എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റാണ് ഉള്ളതെന്ന് വെച്ചാൽ 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റേ ഉള്ളൂ. അതിൽ 208 അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ദ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് എന്നാണ് പറയുന്നത്. അത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 23000 എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ എങ്കിൽ 23,000 ആണ് നമ്പർ എങ്കിൽ അതിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഉള്ളൂ, 2ഉം 3ഉം. ബാക്കി എന്ന് വെച്ചാൽ അവസാനം വരുന്ന സീറോസിനെയൊന്നും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ ഈ ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ ടെർമിനൽ സീറോസ് ഈ ഡെസിമൽ പോയിന്റിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇപ്പം 5.00 ആണെങ്കിൽ ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണുള്ളത്. 5ഉം ആ 2 സീറോസും കൂട്ടും നമ്മൾ. ഒരു നമ്പർ 1നെക്കാട്ടിൽ കുറവാണ്. അതുകൊണ്ട് നമ്മൾ 0.1250 എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പറെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ 0 എന്ന് പറയുന്ന ഡെസിമൽ പോയിന്റിൻ്റെ ലെഫ്റ്റിലല്ലേ ഉള്ളത്. അപ്പോൾ ആ സീറോ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ 0.1250 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റേ ഉള്ളൂ. ലെഫ്റ്റിലുള്ള ആ സീറോ നമ്മൾ ഒഴിവാക്കിയിട്ട് 1250 അതാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇതില്ല. ഇനി നമ്മൾ ഒരു നമ്പറിൽ അതിനെ നമ്മളിപ്പോൾ ഒരു നമ്പറിൽ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഒരു ഫോർമുലയിൽ ഇപ്പം മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ, അതെന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിരിക്കും. അത് റൗണ്ടഡ് നമ്പേഴ്സ് ആയിരിക്കില്ല. അങ്ങനത്തെ അതിന് എന്തായിരിക്കും ഇൻഫിനൈറ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ S=2πr പറയുന്നില്ല. ഇവിടെ ഈ ഫാക്ടർ 2 എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് നമ്പറാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ 2.0 അത് വെച്ചാൽ 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ 2.00 അവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ 2.000 അങ്ങനെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സും അതിനുണ്ടാവാമെന്നാണ് പറയുന്നത്. അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടാവാമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ഫാക്ടറിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടാവും, അത് റൗണ്ടഡ് നമ്പർ അല്ലെങ്കിൽ. ഈ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതും. എന്തിനാ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ആ ഫോമാണ് A×10⁻⁵ എന്ന ഫോമിൽ. അവിടെ A എന്ന് പറയുന്നത് ഒരു നമ്പർ ബിറ്റ്വീൻ 1 and 10 ആവാം, 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആവാം. B എന്ന് പറയുന്നത് ഏതെങ്കിലും പോസിറ്റീവോ ഒരു നെഗറ്റീവ് എക്സ്പോണൻ്റ് ഓഫ് 10ൻ്റെ പോസിറ്റീവ്, അത് 10⁻⁴, 10⁻², അങ്ങനെ ഒരു പോസിറ്റീവ് എക്സ്പോണൻറ്റും ആവാം, നെഗറ്റീവ് 10⁻⁻1, 10⁻⁻2 എന്ന് പറഞ്ഞിട്ട് 10ൻ്റെ നെഗറ്റീവ് എക്സ്പോണൻറ്റും ആവാം. ഇപ്പം നമ്മളിപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതിയത് എങ്ങനെയാണെന്ന് വിചാരിക്കുക, 4×10⁻⁷. അപ്പം ഈ 4 എന്ന് പറയുന്നത് 5നെക്കാട്ട് കുറവായതുകൊണ്ട് അതിനെ നമ്മൾ 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, അപ്പോൾ ഈ 4×10⁻⁷ എന്ന് പറഞ്ഞത് ഏത് ഓർഡറിലാന്ന് പറഞ്ഞാൽ 10⁻⁷ ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് 7 ആയിരിക്കും. അത് വെച്ചാൽ B ആണല്ലോ, 10⁻B എന്ന ഫോമിലല്ലേ നമ്മളത് പറയാം. അപ്പം B എന്ന് പറയുന്നത് അല്ലേ 7 എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ അത് B ആണ്. ഇനി നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റൂൾസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇപ്പം ഇവിടെ കണ്ടു ഡെൻസിറ്റി എന്ന് പറയുന്നത് 4.237/2.51 എന്നാണ് പറയുന്നത്. ഇതിൽ ഏതിനാണോ കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഉള്ളത് അത്രയായിരിക്കണം നമ്മളുടെ ആൻസറിലും അത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സോ പാടുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ അത് വെച്ചാൽ മാസ് ആയിരിക്കുമല്ലോ 4.237 എന്ന് പറഞ്ഞാൽ അതിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. 2.51 എന്ന് പറയുന്നത് 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റോ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള ആൻസർ എന്ന് പറയുന്നത് 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റോ പാടുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും അതിൽ ഏതിനാണോ കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഉള്ളത് അത്ര തന്നെ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിരിക്കണം ഉത്തരത്തിലും വരേണ്ടത്.
ഇനി നമുക്ക് അൺസർട്ടൻ ഡിജിറ്റിനെ എങ്ങനെ റൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ 1.35 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ, അല്ല 1.36 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ, ഇത് എന്ന് പറയുന്നത് ഇവിടെ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഏതാണ്? ഇവിടെ 6 അല്ലേ? അപ്പോൾ ആ 6 എന്ന് പറയുന്നത് 5നെക്കാട്ടിലും കൂടുതലായതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലുള്ള നമ്പർ, അത് വെച്ചാൽ 1.356 എന്നല്ലേ, അതിൽ 3നെ നമ്മൾ 1 കൂട്ടണം. അപ്പോൾ എന്താ 1.4 ആവും. ഇത് നമുക്കതിനെ റൗണ്ട് ചെയ്യാം. ഇനിയിപ്പം 1.33 ആണ് നമ്പർ എങ്കിൽ നമ്മൾ അതിൽ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്താണ്? ലാസ്റ്റ് 1.34 ആണ് നമ്പർ എങ്കിൽ അതിൽ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഏതാണ്? 4 ആണ്. അപ്പോൾ ആ 4 എന്ന് പറഞ്ഞാൽ 5നെക്കാട്ട് കുറവായതുകൊണ്ട് നമ്മൾ ആ 4നെ അങ്ങനെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് 1.3 എന്ന് പറഞ്ഞിട്ട് അതിനെ റൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഇത് നമ്പർ 5 വരുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്യാന്ന് നോക്കുക. ഇപ്പോൾ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ലെഫ്റ്റിലുള്ള നമ്പർ ഏതാ, അതിന് തൊട്ട് മുന്നിലുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. അത് ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ അതേമാതിരി എഴുതും. ഇപ്പോൾ 2.745 5ൻ്റെ തൊട്ട് മുന്നേ 4 ആണല്ലോ, അതൊരു ഈവൺ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2.74 എന്ന് പറഞ്ഞിട്ടാണ് അതിനെ റൗണ്ട് ചെയ്യാം. ഇനിയിപ്പം 5ൻ്റെ തൊട്ട് മുന്നിലുള്ള നമ്പർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ 1 കൂട്ടണം. അപ്പോൾ അത് ഇപ്പോൾ 2.735 ആണെങ്കിൽ 5ൻ്റെ തൊട്ട് മുന്നേ എന്താണ്? 3 അല്ലേ? 3 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിനെ 1 കൂട്ടുകയാണെങ്കിൽ അപ്പോൾ 2.74 എന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഒരു അരിത്തമാറ്റിക് കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിൻ്റെ അൺസർട്ടൈനിറ്റി അല്ലെങ്കിൽ എറർ കാണാനുള്ള റൂൾസ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ ഒരു തിൻ റെക്ടാങ്കുലർ ഷീറ്റിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 16.2 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10.1 സെൻറ്റിമീറ്ററുമാണ്. ഇപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? L = 16.2 ± 0.1 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. എന്താ വെച്ചാൽ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് അല്ലേ ഇവിടെ ഉള്ളത്, അതാണ് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ അക്യുറസി 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ അതേമാതിരി ബ്രെഡ്ത്തും പറയുന്നത് 10.1 ± 0.1 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി ഇതിന് റിലേറ്റീവ് എററിൽ എഴുതുകയാണെങ്കിൽ നമുക്കതെങ്ങനെ എഴുതാം? ലെങ്ത്തിൻ്റെത് 0.1/16.2 × 100 ചെയ്യുന്നേരം നമുക്ക് 0.6% എന്ന് കിട്ടും. ബ്രെഡ്ത്തിൻ്റെതാണെങ്കിലോ 0.1 ഡിവൈഡഡ് ബൈ 10.1 × 100 ചെയ്യുന്നേരം നമുക്ക് 1% എന്ന് കിട്ടും. ഇനി നമുക്ക് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്താണെന്ന് വെച്ചാൽ L × B അല്ലേ? അപ്പോൾ L × B എന്ന് ചെയ്യുന്നേരം 16.2 × 10.1 ചെയ്യാം. അപ്പോൾ നമുക്ക് 163.62 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ആ എററിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? നമുക്ക് 1 + 0.6 എന്ന് പറയുന്നത് 1.6% എന്ന് കിട്ടും. അപ്പം LB എന്ന് പറയുന്നത് 163.62 സെൻറ്റിമീറ്റർ സ്ക്വയർ ± 1.6% എന്ന് കിട്ടും. ഇതിന് നമ്മൾ എന്താണ് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ആ എറർ എങ്ങനെ എഴുതുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 163.62ൻ്റെ 1.6%, അത് വെച്ചാൽ 163.62 × 1.6/100. അപ്പം നമുക്ക് 2.6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഈ 2.6നെ നമുക്ക് എന്താണ് റൗണ്ട് ചെയ്തിട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പം ഇവിടെ നമുക്ക് ഒരു റെക്ടാങ്കുലർ ഷീറ്റിൻ്റെ ഏരിയൻ്റെ അൺസർട്ടനിറ്റി ഓർ എറർ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടും. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് എക്സ്പെരിമെൻ്റൽ ഡാറ്റയ്ക്ക് n സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ് ഉള്ളതെങ്കിൽ അതിന് കിട്ടുന്ന ഉത്തരത്തിന്, അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിനും n സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ അത് സബ്ട്രാക്ഷനിൽ അങ്ങനെ ആവാൻ സാധ്യതയല്ല, അതിനെക്കാട്ട് കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 12.9 - 7.06. ഇതിൽ രണ്ടിനും, അത് വെച്ചാൽ 12.9ലും 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണുള്ളത്, 7.06ലും 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ അത് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന് 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വേണം. നമുക്ക് അങ്ങനെ തന്നെ കിട്ടുക. 5.84 ആണ് കിട്ടുന്നത്, അതിലും 3 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണുള്ളത്. പക്ഷേ അതിൻ്റെ ഉത്തരം നമ്മൾ 5.8 എന്നാണ് എഴുതുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ നോക്കേണ്ടത് സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണ് നോക്കേണ്ടത് ഈ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിനെക്കാട്ടിലും. അപ്പോൾ നോക്കുന്നേരം സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 12.9ൽ ഒരൊറ്റ ഡെസിമൽ പ്ലേസ് ഉള്ളൂ, 7.06ൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഉള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിനെക്കാട്ടിലും. അതുകൊണ്ട് നമ്മൾ 5.8 എന്നാണ് ഇതിൻ്റെ ഉത്തരം വരിക. അതിപ്പോൾ ആഡ് ചെയ്യുന്നവരോ സബ്ട്രാക്ട് ചെയ്യുന്നവരോ ഒക്കെയാണ്.
ഈ റിലേറ്റീവ് എറർ ഒരു വാല്യൂ ഓഫ് നമ്പറിൻ്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് അത് അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല നോക്കുക, ആ നമ്പറിനെയും കൂടി നോക്കുന്നതാണ് പറയുന്നത്. ഇപ്പം ഒരു മെഷർ എന്ന് വെച്ചാൽ ഒരു മാസിൻ്റെ ഇതെന്ന് പറയുന്നത് 1.02 ഗ്രാം ആണ്. അതിൻ്റെ അക്യുറസി എന്ന് പറയുന്നത് ±0.01 ഗ്രാം തന്നെയാണ്. അതേമാതിരി 9.89 ഗ്രാമിൻ്റെ അക്യുറസി എന്ന് പറയുന്നതും ±0.01 ഗ്രാം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അത് വെച്ചാൽ ഇപ്പോൾ 1.02ൻ്റെ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ 0.01/1.02 × 100%, അത് വെച്ചാൽ 1% ആണ്. പക്ഷേ 9.89ൻ്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് 0.01/9.89 × 100%, അത് പറഞ്ഞാൽ ±0.01% ആണ് കിട്ടുന്നത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് എറർ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല നോക്കുക, ആ നമ്പറിനെ നോക്കുന്നതാണ് പറയുന്നത്. നമുക്ക് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ നേച്ചർ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെങ്ത്തിൻ്റെ ഇത് ഡയമെൻഷന് ആണ്, ക്യാപിറ്റൽ ലെറ്റർ L സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ ഡയമെൻഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ L സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് എഴുതുക, മാസിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ M സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് എഴുതുക, അങ്ങനെയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിൻ്റെത് സ്ക്വയർ ബ്രാക്കറ്റിൽ CD ആണ് എഴുതേണ്ടത് സ്മോൾ ലെറ്ററിൽ. ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസും സ്ക്വയർ ബ്രാക്കറ്റിൽ MOL പറഞ്ഞിട്ട് സ്മോളിലാണ് എഴുതുന്നത്. ഇനി ഫോഴ്സ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണല്ലോ. അത് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് വേറൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ അതിന് ലെങ്ത് അത് വെച്ചാൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണല്ലോ. അപ്പം ലെങ്ത് പെർ ടൈമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പം നമുക്കറിയാം മാസിൻ്റെ ഇത് എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത്. ഡയമെൻഷണൽ ഫോർമുലയായിട്ട് എഴുതുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ M സ്ക്വയർ ബ്രാക്കറ്റിലിടുക, ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ L സ്ക്വയർ ബ്രാക്കറ്റിലിടുക, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ T സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് അതിൻ്റെ സ്ക്വയർ അല്ല വേണ്ടി, അപ്പോൾ ⁻²2 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഇതിൽ ഡയമെൻഷൻ ഓഫ് ഫോർമുല എഴുതുന്നേരം ഒട്ടാകെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ML ഇൻറ്റു L T⁻², അത് വെച്ചാൽ ആ T നമ്മൾ മുകളിലേക്ക് എടുക്കുന്നേരം അത് -2 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയും ഡയമെൻഷൻ ഇക്വേഷനും നോക്കാം. എന്താ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എക്സ്പ്രഷനാണ് നമുക്ക് ഏതൊക്കെ ബേസ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്, എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിക്കുന്നത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെത് നമുക്ക് അതാണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് M എന്തായിരിക്കും ഇല്ല, വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് m³ എന്നല്ല വരുന്നുള്ളൂ, അല്ലെങ്കിൽ cm³ അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അത് വെച്ചാൽ ലെങ്ത്ത് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളൂ. അപ്പോൾ m⁻0 ഇട്ട് കൊടുക്കുക, L³ T⁻0 എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തിൻ്റെ ⁻0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ അതില്ലാന്ന്. അപ്പോൾ നമുക്ക് എന്താ പറയുക m⁻0 × T⁻0 ഒക്കെ 1 ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് L³ ആണ് അത് കിട്ടുന്നത്. ആൻഡ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റീൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മീറ്റർ/സെക്കൻഡ് ആണ്. അത് വെച്ചാൽ m⁻0 L T⁻⁻1. പിന്നെ ആക്സിലറേഷൻ ആണ് നമുക്കറിയാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ അതെന്ന് വെച്ചാൽ m⁻0 L T⁻⁻2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനിൽ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും ഇക്വേഷൻ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അത് വെച്ചാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷണൽ ഫോർമുല എഴുതാം. അതാണ്. അതേമാതിരി ഡെൻസിറ്റീൻ്റെ ഇത് കാണാനും അതേമാതിരി ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫോഴ്സിൻ്റെയും അതേമാതിരി ഡെൻസിറ്റീൻ്റെയും ഡയമെൻഷണൽ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ റിലേഷൻ മനസ്സിലാക്കാനും അതിൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനും നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നവരെ x = h0 + v0t + ½ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ടേംസിൻ്റെ ഓരോന്നിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ എക്സിൻ്റെത് L ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ആയിട്ട് എഴുതുക. h0ൻ്റെതും L ആണ്. അപ്പോൾ അങ്ങനെ എഴുതുന്നേരം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം ഡയമെൻഷണൽ ഫോർമുലയാണ് അവസാനം കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുക റിലേഷൻ അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി കാണിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷേ എങ്കിൽ കൂടി ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ രണ്ട് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമുക്ക് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ
ഡയമെൻഷൻ കിട്ടിയതെങ്കിൽ, ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലും റൈറ്റ് ഹാൻഡ് സൈഡിൽ ടിയും ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഡയമെൻഷൻ ഫോർമുല കിട്ടുന്നതെങ്കിൽ ആ ഇക്വേഷൻ തെറ്റാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഇവിടെ കിട്ടുന്ന എല്ല് തന്നെയാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവർക്കും താങ്ക് യു.